ഗവർണർ ഇന്ന് തിരുവനന്തപുരത്ത് മടങ്ങിയെത്താനിരിക്കെ തലസ്ഥാനത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചു. രാജ്ഭവന് മുന്നിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചു. എയർപോർട്ട് മുതൽ രാജ്ഭവൻ വരെ പലയിടത്തും ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. ഗോപാൽ ശീലാസനലുണ്ട് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന്. ഗോപാൽ, ഇപ്പോഴുണ്ടായ ഒരു സംഭവ വികാസങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ തലസ്ഥാനത്തും പ്രതിഷേധങ്ങൾ ഉണ്ടാകാമെന്നൊരു കണക്കുകൂട്ടലാണോ ഈ സുരക്ഷാ വിന്യാസങ്ങൾ? അതെ ജിൽസി, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗവർണർക്ക് നേരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളും അതിനോട് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും എല്ലാം തന്നെ. അത് ഒരു പരിധി കഴിഞ്ഞാൽ കൈവിട്ടു പോകുമോ എന്നൊരു ആശങ്ക കൂടി പോലീസിനുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ രാജ്ഭവൻ പരിസരത്തും തലസ്ഥാനത്തും സുരക്ഷ അല്പം കൂടി വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനം പോലീസ് എടുത്തിട്ടുള്ളത്. രാജ്ഭവനിൽ സാധാരണയിൽ വിന്യസിക്കുന്നതിനേക്കാൾ കൂടുതൽ പോലീസുകാരെ ഇന്ന് വിന്യസിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ വൈകുന്നേരത്തെ പരിപാടിക്ക് ശേഷം രാത്രി 9 മണിയോടുകൂടി ഗവർണർ തിരുവനന്തപുരത്തേക്ക് എത്തും. കഴിഞ്ഞ തവണ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഒരാഴ്ചക്കാലം മുൻപ് ഗവർണർ തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയപ്പോൾ പുറപ്പെട്ടപ്പോൾ തിരുവനന്തപുരത്തുണ്ടായ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിരുന്നു. തിരുവനന്തപുരത്ത് കരിങ്കൊടി പ്രതിഷേധവും അതിനോട് ഗവർണർ പ്രതികരിച്ച രീതിയും, അദ്ദേഹം വാഹനത്തിൽ നിന്ന് വിട്ടിറങ്ങുകയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന ഗുരുതര ആരോപണമടക്കം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതെന്ന് പറയേണ്ടതായിരിക്കുന്നു. സാധാരണയിൽ കൂടുതൽ പോലീസുകാരെ രാജ്ഭവൻ പരിസരത്തായി ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ട്. അതിൽ ചിലർ ഈ രാജ്ഭവൻ പരിസരം, അതായത് ഈ വെള്ളയമ്പലം മുതൽ രാജ്ഭവൻ പരിസരം വരെയുള്ള ഇടങ്ങളിൽ നടന്ന് പരിശോധന അടക്കം നടത്തുന്നുണ്ട്. കൂടാതെ ഒരു വലിയ പോലീസ് വാൻ, ഈ രാജ്ഭവന്റെ മുന്നിലായി ഒരു വലിയ പോലീസ് വാൻ കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. രാജ്ഭവന്റെ വഴികളിൽ ഫുട്പാത്ത് പരിസരങ്ങളിലായി ഈ ബാരിക്കേഡുകൾ, ചെറു ബാരിക്കേഡുകൾ വെള്ളയമ്പലം മുതൽ രാജ്ഭവൻ വരെയുള്ള പരിസരത്തായി ഫുട്പാത്ത് പരിസരങ്ങളിൽ ഇരുവശങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ സാധാരണ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന ഇടങ്ങളിലായും വലിയ 2 ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട്. എയർപോർട്ട് മുതൽ ഗവർണർ യാത്ര ചെയ്യുന്ന എയർപോർട്ട് മുതൽ രാജ്ഭവൻ വരെയുള്ള റൂട്ടുകളിൽ പലയിടങ്ങളിലായാലും പേട്ട, അതിനോടൊപ്പം തന്നെ കേരള യൂണിവേഴ്സിറ്റി പരിസരം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴേ മുന്നേ കൂട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വൈകുന്നേരത്തോടുകൂടി ഗവർണർ രാത്രിയോടുകൂടി ഗവർണർ തിരുവനന്തപുരത്ത് തിരിച്ചെത്തുമ്പോൾ അവിടെയും കുറച്ചുകൂടി സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പോലീസ് എന്നുള്ള വിവരമാണ് ഗോപാൽ ശീലാസനൽ നൽകിയത്.